എക്സ്ചേഞ്ച് മസ്കറ്റ് ഡയറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലുലു എക്സ്ചേഞ്ച്, ഹാല മെഡിക്കൽ സെന്റർ വാദിയൽ കബീർ, കോട്ടക്കൽ ആയുർവേദിക് സെന്റർ ഒമാൻ, താജ് സോഹാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഓർക്കിഡ് പ്രൈവറ്റ് സ്കൂൾ സോഹാർ, മൽഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റീവിൻ പേറ്റ്സ് റെസ്റ്റോറന്റ് ഗാല, തട്മൂർ ട്രാവൽ ആൻഡ് ടൂർസ് ആൻഡ് ഗൾഫ് മാധ്യമം. ജീവിതം സംഗീതം പോലെയാണ്. ചില ഉയർന്ന കുറിപ്പുകളും ചില താഴ്ന്ന കുറിപ്പുകളും. എന്നാൽ ഒരു നല്ല സംഗീതം, ഒരു നല്ല ഗാനം മനസ്സിനെ ശാന്തമാക്കുന്നു. എല്ലാ സംഗീത പ്രേമികൾക്കും മസ്കറ്റ് ഡയറിയുടെ മരുഭൂമിയിലെ മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. മസ്കറ്റ് ഡയറിയുടെ മരുഭൂമിയിലെ മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇവിടെ മസ്കറ്റിലെ ഒരു പ്രഗത്ഭനായ ഗായകനാണ് എൽസൺ ജോസഫ്. അദ്ദേഹം ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്. നാടക നടനാണ്, പിന്നെ ഒരു തമാശക്കാരനും കൂടിയാണ്. നമുക്ക് എൽസൻ്റെ പാട്ടുകൾ കേൾക്കാം. മസ്കറ്റ് ഡയറിയുടെ മരുഭൂമിയിലെ മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം എൽസൺ. എൽസൺ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടുന്നത്? ഞാൻ ആദ്യമായിട്ട് പാടുന്നത് നായിക എന്ന ചിത്രത്തിൽ ജയറാം അഭിനയിച്ച നായികയിലെ ഒരു ഗാനമാണ്. പഴയൊരു രജനീതൻ കഥയോർക്കുന്നു. പഴയൊരു രജനീതൻ കഥയോർക്കുന്നു, നായിക എന്ന ചിത്രത്തിലെ പാട്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ പറഞ്ഞ പോലെ അർജുനൻ മാഷും തമ്പി സാറും ഒന്നിച്ച ഒരു പടം. ഇത് എല്ലാവരും കേട്ടിരിക്കും. കാരണം പഴയകാല ചലച്ചിത്ര കഥയെ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലച്ചിത്രമാണ്. അപ്പോൾ അതിൽ ചെഞ്ചുരുട്ടി എന്ന രാഗത്തിലാണ് മാഷ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ചെഞ്ചുരുട്ടി രാഗത്തിൽ നമ്മൾ പഴയ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ രാജശില്പി നീ എനിക്കൊരു, സൂര്യകിരീടം വീണുടഞ്ഞു, ഇതെല്ലാം ആ സ്കെയിലിൽ വരുന്ന പാട്ടുകളാണ്. ഇവിടെ ആ പഴയകാല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി എൽസൺ ആ പാട്ട് അതേ കാലത്തിൻ്റെ വിശുദ്ധിയോടുകൂടി പാടും. പഴയൊരു രജനി തൻ കഥയോർക്കുന്നു, പഴയൊരു രജനി തൻ കഥയോർക്കുന്നു, പാടിയ പാട്ടിൻ ശ്രുതിയോർക്കുന്നു, പഴയൊരു രജനി തൻ കഥയോർക്കുന്നു, പാടിയ പാട്ടിൻ ശ്രുതിയോർക്കുന്നു, അവളൻ മടിയിൽ കിടന്നിരുന്നു, അടിമുടി ധരിച്ചൊരു മണി വീണ പോൽ, അവളൻ മടിയിൽ കിടന്നിരുന്നു, പഴയൊരു രജനീതൻ കഥയോർക്കുന്നു, പാടിയ പാട്ടിൻ ശ്രുതിയോർക്കുന്നു. പതിനാലാം ചന്ദ്രികയായിരുന്നു, പ്രാസാദം പനിനീരിൽ കുളിച്ചിരുന്നു, പതിനാലാം ചന്ദ്രികയായിരുന്നു, പ്രാസാദം പനിനീരിൽ കുളിച്ചിരുന്നു, കളഭത്തിൻ മണമുള്ള കാറ്റു വന്നു, കൺമണി കൺമാറി മതം പകർന്നു, ശരിയും തെറ്റും ഞാൻ മറന്നു, പഴയൊരു രജനീതൻ കഥയോർക്കുന്നു, പാടിയ പാട്ടിൻ ശ്രുതിയോർക്കുന്നു.
ശരിയും തെറ്റും ഞാനറിഞ്ഞു. പഴയൊരു രചനീതൻ കഥയോർക്കുന്നു, പാടിയ പാട്ടിൻ ശ്രുതിയോർക്കുന്നു. അവളൻ മടിയിൽ കിടന്നിരുന്നു, അടിമുടി തരിച്ചൊരു മണി വീണപ്പോൾ. അവളൻ മടിയിൽ കിടന്നിരുന്നു, പഴയൊരു രചനീതൻ കഥയോർക്കുന്നു, പാടിയ പാട്ടിൻ ശ്രുതിയോർക്കുന്നു. എൽസൺ മനോഹരമായി പാടി. പഴയ കാലത്തെ കഥ, പഴയ കാലത്തെ ഈണം. അർജുന മാഷ് വാസം പറഞ്ഞാൽ ഈ പാട്ട് അതേപോലെ തന്നെയല്ലേ, പഴയ പാട്ടിൻ്റെ അതേ ട്യൂൺ തന്നെയാണ് മാഷ് ഇട്ടുള്ളത്. ഈ 2011 ഇറങ്ങിയാണെങ്കിലും. അടുത്ത പാട്ട് ഏതാണ് പാടുന്നത്? അടുത്ത പാട്ട് ഇതുപോലെ നമ്മൾ സകുടുംബം ശ്യാമള എന്നൊരു പടം. അത് ഉർവശി, അതിൽ ഉർവശിയാണ് സെൻട്രൽ ക്യാരക്ടർ. ആ പടത്തിലത്തെ വിളിച്ചോ നീ എന്നെ വിളിച്ചോ എന്ന പാട്ടാണ്. വിളിച്ചോ നീ എന്നെ വിളിച്ചോ, സകുടുംബം ശ്യാമള എന്ന ചിത്രത്തിലെ പാട്ട്. ഊർവശി, കുഞ്ചാക്കോ ബാവനെല്ലാം ഒരു ഹാസ്യ ചലച്ചിത്രം. ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്ന നമ്മുടെ ഗായകനായ MG ശ്രീകുമാർ, രചന വയലാർ ശരത്ചന്ദ്രവർമ്മ. ഇത് ദാസേട്ടൻ എന്താ പറയുക, MG ശ്രീകുമാറിൻ്റെ ഒരു ഈണമുണ്ടല്ലോ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക രീതിയിലുള്ള ഒരു തരം വിളിച്ചോ വിളി കേട്ടോ എന്ന് പറഞ്ഞ പോലത്തെ അത്രയും നല്ല രസകരമായ ഹാസ്യരൂപത്തിലുള്ള ഒരു പാട്ട്. ആ പാട്ട് നമുക്ക് വേണ്ടി എൽസൺ പാടുന്നു. വിളിച്ചോ നീ എന്നെ വിളിച്ചോ, നിന്റെ മനസാം കിളി മെല്ലെ ചിലച്ചോ. കൊതിച്ചോ എൻ സ്നേഹം കൊതിച്ചോ, എൻ്റെ അടുത്തായി നിൻ മൗനം കിതച്ചോ. വിളിച്ചോ നീ എന്നെ വിളിച്ചോ, നിന്റെ മനസാം കിളി മെല്ലെ ചിലച്ചോ. കൊതിച്ചോ എൻ സ്നേഹം കൊതിച്ചോ, എൻ്റെ അടുത്തായി നിൻ മൗനം കിതച്ചോ. കണ്ണും കണ്ണും പണ്ട് തെളിച്ചതല്ലേ, ചുണ്ടും ചുണ്ടും കൊണ്ട് നുണഞ്ഞതല്ലേ. സ്വപ്നം നൽകും ചായം കുറുക്കിമല്ലേ, ഉള്ളിൽ താഴിൽ നമ്മൾ കുറിച്ചതല്ലേ. പ്രിയമോടെ കുളിരോടെ സുഖമോടെ അനുരാഗം, ഇളം മഞ്ഞിൻ കുളിരോടെ സുഖമോടെ അനുരാഗം. വിളിച്ചോ നീ എന്നെ വിളിച്ചോ, നിന്റെ മനസാം കിളി മെല്ലെ ചിലച്ചോ. കൊതിച്ചോ എൻ സ്നേഹം കൊതിച്ചോ, എൻ്റെ അടുത്തായി നിൻ മൗനം കിതച്ചോ.
ഏതോ മോഹം പറന്നുവല്ലേ. വീണ്ടും കാണാൻ ദാഹം തിളച്ചുമല്ലേ. എന്നും എന്നെ തേടി അലഞ്ഞുവല്ലേ. ഇനിയുള്ളിൽ ഇളനീരിൽ മഴയല്ലേ അനുരാഗം. ഇനിയെന്നും ഇളനീരിൽ മഴയല്ലേ അനുരാഗം. വിളിച്ചോ നീ എന്നെ വിളിച്ചോ. നിന്റെ മനസാം കിളി മെല്ലെ ചിലച്ചോ. കൊതിച്ചോ എൻ സ്നേഹം കൊതിച്ചോ. എന്റെ അടുത്തായി മൗനം കിതച്ചോ. സൂപ്പർ ബെൽസൺ. ഇത് നമ്മുടെ OP നയ്യാരുടെയൊക്കെ ഒരു ഈണം പോലത്തെ ഒരു ഒരു സ്റ്റൈലാണ് അല്ലേ? നല്ല രസമായിട്ട്. വിളിച്ചോ നീ എന്നെ വിളിച്ചോ. നല്ലൊരു താളത്തിലാണ് MG ശ്രീകുമാർ ഈ പാട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എൽസൺ അതിൻ്റെ ആ ഭാവത്തോടുകൂടി തന്നെ പാടി. എൽസൺ മനോഹരമായ പാട്ടുകൾ പാടി, നല്ല തമാശ പറഞ്ഞു. ഇനി എൽസൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ തിരക്കില്ലായിരുന്നു. വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മസ്കറ്റിൽ ഇപ്പം വന്നിട്ട് ഒരു 14 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇരിഞ്ഞാലക്കുട നെയ്യാറ്റിൻകരയാണ് എൻ്റെ പ്രദേശം. ഞാനിപ്പോൾ കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം കുടുംബം നാട്ടിലാണ്. ഭാര്യ, ഒരു മകളുടെ പേര് അനീറ്റ. അപ്പോൾ കുടുംബം. അപ്പോൾ എൽസൺ എല്ലാ ഭാവുകങ്ങളും. അടുത്ത ഏത് പാട്ടാണ് എൽസൺ പാടുന്നത്? അടുത്തത് നമുക്ക് ഒരു പഴയ ഗാനത്തിലേക്ക് പോകാം. പഴയ ഗാനം എന്ന് പറഞ്ഞാൽ നമ്മൾ തുലാവർഷം, കേളി നളിനം. അതെ, കേളി നളിനം എന്ന പാട്ട് തുലാവർഷം എന്ന ചിത്രത്തിലേതാണ്. വയലാർ രചിച്ച് സലീൽ ചൗധരി ഈണമിട്ട പാട്ട്. സുധീറും ശ്രീദേവിയാണ് ഈ രംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. കേളി നളിനം കല്യാണി യമൻ രാഗത്തിലാണ് സലീൽ ചൗധരി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സലീൽ ചൗധരി ആദ്യമായിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് രാമു കാര്യാട്ടാണ്. ചെമ്മീൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ സലീൽ ചൗധരിയുടെ ഈണത്തിലല്ലാതെ നമുക്കിനി കേൾക്കാൻ പറ്റില്ല. കാരണം അതിൽ വേറെ ആര് ചെയ്താലും എനിക്ക് തോന്നുന്നില്ല ആ കടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്രയും നല്ല ഈണങ്ങൾ പിറന്നു വീഴുമെന്ന്. അപ്പോൾ രാമു കാര്യാട്ടിന് സലീൽ ചൗധരി വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ പണിപ്പെട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പോൾ വയലാർ പാട്ടെഴുതാൻ വന്നപ്പോൾ വയലാറിനെ ദേവരായ മാഷ് ഒപ്പം ചെയ്യുമ്പോൾ കവിത കൊടുത്തിട്ട് ദേവരായ മാഷ് ട്യൂൺ ചെയ്യുക. ഇവിടെ സലീൽ ചൗധരി എടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ട്യൂൺ ഇട്ട് തരാം, നിങ്ങൾ പാട്ട് എഴുതും. വയലാർ ഇറങ്ങിപ്പോയി അന്ന് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടിരുന്നത് ശ്യാമാണ്, ഇന്നത്തെ മ്യൂസിക് ഡയറക്ടർ ശ്യാമിനോട് രാമകാരിയായിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും പുള്ളീനെ കൊണ്ടുവരണം, എനിക്ക് ഭയങ്കര പ്രയാസമാണ്, അദ്ദേഹം തന്നെ മ്യൂസിക് ചെയ്യണം. അങ്ങനെ പണിപ്പെട്ട് നമ്മുടെ ശ്യാം വയലാറിനെ ഇവിടെ കൊണ്ടുവരികയും അദ്ദേഹം ഈണത്തിനൊത്ത് വരികൾ എഴുതിയിട്ടാണ് ആ പാട്ടുകളൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ വയലാർ വീണ്ടും അതിനുശേഷം വയലാറിൻ്റെ ഒരുപാട് ചെമ്മീൻ, അതുപോലെ രാസലീല, അതുപോലെ തന്നെ രാഗം, ഒരുപാട് പടത്തിൽ അവരുടെ ഹിറ്റുകളുണ്ടായി. അപ്പോൾ അത്തരം നല്ല ഹിറ്റുകൾ നൽകിയ സലീൽ ചൗധരിയുടെ മനോഹരമായ പാട്ടാണ് നമുക്ക് വേണ്ടി എൽസൺ പാടുന്നത്. എൽസൺ ആ പാട്ട് നമുക്ക് വേണ്ടി പാടും. കേളി നളിനം വിടരുമോ ശിശിരം പൊതിയും കുളിരിൽ നീ പ്രീളാവതിയാ ഉണരുമോ മയങ്ങും മനസ്സിൽ സരസിൽ നീ കേളി നളിനം വിടരുമോ. നിശാനൃത്ത സോപാനത്തിൽ തുഷാരാഗ്ര ശില്പം പോലെ ഒരിക്കൽ ഞാൻ കണ്ടു നിന്നെ, ഒരു വജ്രപുഷ്പം പോലെ. നിശാനൃത്ത സോപാനത്തിൽ തുഷാരാഗ്ര ശില്പം പോലെ ഒരിക്കൽ ഞാൻ കണ്ടു നിന്നെ, ഒരു വജ്രപുഷ്പം പോലെ. തുടുത്തുവോ തുടിച്ചുവോ തളിർത്ത നാണം, വിടരുമോ ശിശിരം പൊതിയും
കുളിരിൽ നീ വേളാവതിയാ ഉണരുമോ മയങ്ങും മനസ്സിൽ സരസിൽ നീ കേളി നളിനം വിടരുമോ. മറന്നുവോ ഹംസഗീതം മതാലസനൃത്തഗീതം, മറന്നുവോ ഹംസഗീതം മതാലസനൃത്തഗീതം, മനസ്സുണർത്താൻ വന്ന മായാമേനകേ. ഇതാണെൻ്റെ പ്രേമകുടീരം, ശതാവരി ചിത്രകുടീരം, ഇണചേരുമാശ്ലേഷത്തിൽ ഇളം മണ്ണു പൂത്ത കുടീരം. ഇതാണെൻ്റെ പ്രേമകുടീരം, ശതാവരി ചിത്രകുടീരം, ഇണചേരുമാശ്ലേഷത്തിൽ ഇളം മണ്ണു പൂത്ത കുടീരം. ഇവിടെ നിൻ പദസ്വരം കിലുങ്ങുകില്ലേ, വിടരുമോ ശിശിരം പൊതിയും കുളിരിൽ നീ പ്രീലാവതിയാ ഉണരുമോ മയങ്ങും മനസ്സിൽ സരസിൽ നീ കേളി നളിനം വിടരുമോ. മനോഹരമായി പാടി എൽസൺ. 3 പാട്ടുകൾ, 3 രീതിയിലുള്ള പാട്ടുകൾ വളരെ രസകരമായി പാടി. ഇനിയും ഒരുപാട് പാട്ടുകൾ പാടുക. അപ്പോൾ എല്ലാ ഭാവങ്ങളും മസ്കറ്റ് ഡയറിയുടെ മരുഭൂമിയിലെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.